നമസ്കാരം. ഇറാനെതിരെയുള്ള ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുന്നതിനിടയിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടിയുമായി തന്നെ ഇറാനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇസ്രായേലിലെ ബീർഷെബയിൽ കെമിക്കൽ ഫാക്ടറിക്ക് നേരെ ഉണ്ടായിട്ടുള്ള മിസൈൽ ആക്രമണം, അതിലൊരാൾക്ക് ഇന്നലെ പരിക്കേറ്റതായി വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപകടകരമായ രാസവസ്തുക്കൾ വായുവിൽ കലർന്നതായും പുറത്തിറങ്ങരുതെന്നും പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാക്ടറിയിലെ തീ ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്നതും ബീർഷേബ നഗരത്തിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ന്യോട്ട് ഹോവ മേഖലയിലെ ഫാക്ടറിയിലാണ് മിസൈൽ ആക്രമണം നടന്നിട്ടുള്ളതെന്നും പറയുന്നു. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യ ഭീതിയുടെ മുൾമുനയിലേക്ക് തള്ളിവിട്ട ഇസ്രായേലും യുഎസും ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയുണ്ടായ യുദ്ധത്തിൽ ഇറാനും ഹിസ്ബുള്ളയും പുറമെ ഹൂതികളും ഇപ്പോൾ ഈ ഒരു പോർമുഖം തുറന്നതോടെ ഇസ്രായേലിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് രാത്രി നിരവധി തവണയാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ അപായ സൈറൺ മുഴങ്ങിയത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളും ലബനൻ അതിർത്തിയിലെ ഹിസ്ബുള്ളയുമായുള്ള കടുത്ത പോരാട്ടവും ഇസ്രായേലിനെ അതീവ സങ്കീർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ തന്നെ കൃത്യമായുള്ളത്. വടക്കുനിന്ന് ഹിസ്ബുള്ളയും കിഴക്കുനിന്ന് ഇറാനും ആക്രമണം നടത്തുമ്പോൾ തെക്ക് ഭാഗത്ത് നിന്ന് യമനിലെ ഹൂതി വിമതരും ഇസ്രായേലിനെതിരെ നീങ്ങുന്നുണ്ട് എന്ന് ശക്തമായി പറയുന്നുണ്ട്. ഇതോടെ ഒരേ സമയം 3 വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ഭീഷണിയെയാണ് ശരിക്കും ഇസ്രായേൽ പ്രതിരോധ സേന നേരിടുന്നത്. അതേസമയം തന്നെ എടുത്തു പറയുമ്പോൾ ലബനൻ അതിർത്തിയിലാണ് നിലവിൽ ഏറ്റവും രൂക്ഷമായ പോരാട്ടം നടക്കുന്നത്. തെക്കൻ ലബനനിലേക്ക് കരമാർഗമുള്ള സൈനിക നീക്കം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുകയാണ്. ശനിയാഴ്ച മാത്രം ഏകദേശം 250ഓളം റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള പ്രയോഗിച്ചതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓരോ നിമിഷവും സൈറണുകൾ മുഴങ്ങുന്നതിനാൽ തന്നെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകിയതായി പറയുന്നുണ്ട്. വിനാശകാരിയായ യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു കൂട്ടരും തയ്യാറാകണമെന്ന് പാക് വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. അമേരിക്കയും ഇറാനും ഇസ്ലാമാബാദിൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു. ചർച്ചയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംഘർഷം കുറിക്കാൻ തന്നെ ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ വിദേശകാര്യമന്ത്രിമാരും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന് ഇതിന് പിന്നാലെ വന്ന വാർത്തകളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. തെക്കൻ ഇസ്രായേലിൽ ഇറാൻ ആക്രമണത്തിൽ ഇന്ന് പരിക്കേറ്റവരുടെ എണ്ണം 31ആയി. ബീർഷെബയിൽ മാത്രം 100 വസതികൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ഇസ്രായേൽ നഗരമായ തെൽ അവീവിലും കിഴക്കൻ മേഖലകളിലും വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെൽ അവീവിലെ തിരക്കേറിയ വാണിജ്യ തെരുവിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാം കൃത്യമായി തന്നെ പുറത്തുവരികയും ചെയ്യുന്നുവെന്ന് അറിയാൻ സാധിക്കുന്നു.